ഈ പ്രൊജക്റ്റും ഇങ്ങനെയായി, ഇനി എന്ത് ചെയ്യും, ആകെ പ്രശ്നത്തിലാണ്. അവർക്ക് പ്രൊജക്റ്റ് ഇഷ്ടമായി, പക്ഷെ അവർക്ക് ഇത് കോൺഫിഡൻസ് ഇല്ല. ഷഫീഖിന് ഇത് ചെയ്യാൻ പറ്റൂല എന്നുള്ള കാര്യത്തിൽ അവർ കോൺഫിഡൻസ് ഇല്ല. ഡ്രീം ഉണ്ടാവും, നമ്മളത് ചേസ് ചെയ്യാനുള്ള പേഷ്യൻസ് നമുക്കില്ലെങ്കിൽ വി വിൽ ഫെയിൽ അറ്റ് സം പോയിന്റ്. ഇവിടെ മാത്രമല്ല, GCC മൊത്തമുള്ള ഒരു ഔട്ട്ലെറ്റ് അവർ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചൊരു സിറ്റുവേഷൻ ഉണ്ടായി സാർ. അത് ഇറ്റ് വാസ് ലൈക്ക് എ പ്രൗഡ് മൊമെന്റ് ഫോർ മീ. നമ്മൾ അന്ന് ഈഗിളുടെ കോച്ചിങ് നിർത്തുന്ന സമയത്ത് ലാസ്റ്റിൽ സാർ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ കാക്കകളുടെ കൂടെ കലവില കൂട്ടാതെ ബി എൻ ഈഗിൾ, ഓക്കെ എന്ന് സാറ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. നമ്മൾ രണ്ടാമതായിട്ട് നിൽക്കുകയാണ്, ടോപ്പ് 2 ബ്രാൻഡിൽ ഞങ്ങൾ നിൽക്കുക. വലിയ ജോലി, വലിയ ശമ്പളം, ഇതൊക്കെ വിട്ട് ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതായിരിക്കാം ജീവിതത്തിലെ ഏറ്റവും വലിയ റിസ്ക്കുള്ള കാര്യം. പക്ഷെ ചിലരുണ്ട് ആ സൗഭാഗ്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് സ്വന്തം പാഷൻ്റെ പുറകെ പോയി സംരംഭം തുടങ്ങി അത് വിജയിപ്പിക്കുന്നവർ. അതിനെടുക്കുന്ന ത്യാഗങ്ങൾ ചെറുതല്ല. ചിലപ്പോൾ വീണ് കിടക്കുന്നിടത്ത് എഴുന്നേൽപ്പിക്കാൻ ഒരു കൈസഹായം പോലും ഉണ്ടാവില്ല. എന്നാൽ അവിടെ എവിടെയോ ഒരു അദൃശ്യമായ കരങ്ങൾ വരും. അതാണ് സംരംഭം. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒമാൻ എഡിഷനിലേക്ക് സ്വാഗതം. വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഒമാൻ എഡിഷൻ്റെ തുടക്കം കുറിക്കാൻ ഇന്ന് മസ്കറ്റിലെ സ്റ്റുഡിയോയിലിരിക്കുമ്പോൾ എൻ്റെ ഈഗിൾ ഓൺട്രപ്രണർഷിപ്പ് കോച്ചിങ് പ്രോഗ്രാമിൽ പാൻഡമിക് നമ്മളെയൊക്കെ തളർത്തിയ ആ പാൻഡമിക് കാലത്ത് ഓൺലൈൻ ബാച്ചുകളിലൂടെ 20 രാജ്യങ്ങളിൽ നിന്നുള്ള സംരംഭകരുമായി സൗഹൃദമുണ്ടായി. അതിലൊരാൾ, അദ്ദേഹം ഇന്ന് എന്നോടൊപ്പം സ്റ്റുഡിയോയിലിരുന്ന് ഈ കഥ പറയാനിരിക്കുകയാണ്. സ്നേഹാദരോടുകൂടി, സ്നേഹത്തോടെ ഞാൻ ഈ സ്പാർക്കിൻ്റെ വേദിയിലേക്ക് വളരെ അടുത്ത സുഹൃത്തു കൂടിയായ ഷഫീഖിനെയാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ഷഫീഖ്, താങ്ക് യു സോ മച്ച്. വെൽക്കം ടു സ്പാർക്ക്. താങ്ക് യു സർ. താങ്ക് യു. നമ്മൾ ഓൺലൈൻ ഈഗിളാണ് അറ്റൻഡ് ചെയ്തത്. അതെ. അന്ന് താങ്കൾ എനിക്ക് മെസ്സേജ് അയച്ചത് മറക്കുന്ന ആളല്ല. എന്നെങ്കിലും സ്പാർക്കിൻ്റെ ഒരു വേദിയിൽ ഞാൻ വരും സർ എന്ന് അയച്ച മെസ്സേജ് എൻ്റെ മനസ്സിൽ ഇന്നും ഉണ്ട്. ഇന്ന് കൊല്ലം 6 ആയി. പക്ഷെ ഞാൻ മറന്നിട്ടില്ല. അതിന് ഒമാനിൽ വന്നിരുന്ന്, താങ്കളുടെ കർമ്മമേഖല ഒമാനിൽ വന്നിരുന്ന് മസ്കറ്റിലെ സ്റ്റുഡിയോയിൽ ഈ ഒരു സ്പാർക്ക് ഇന്റർവ്യൂ ചെയ്യാനായത് ഞാനൊരു സൗഭാഗ്യമായി കാണുന്നു. അതാണ് ഏറ്റവും വലിയ സൗഹൃദ ബന്ധമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും സാർ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഇൻ സ്പാർക്ക്. താങ്കളുടെ നാട് എവിടെയാണ്? തലശ്ശേരിയാണ് സാർ എൻ്റെ നാട്. നിരവധി തലശ്ശേരിക്കാർ വളർന്ന ബിസിനസ്സുകാരായിട്ടുണ്ട്. പഠിച്ചതൊക്കെ തലശ്ശേരിയിൽ തന്നെ. ഞാൻ ഡിഗ്രി ചെയ്തത് BSc മാത്സ് ആണ് ചെയ്തത്. ഡിഗ്രി ചെയ്തത് നാട്ടിൽ തന്നെയാണ് ചെയ്തത്. ഡിഗ്രി കഴിഞ്ഞു ബാംഗ്ലൂരിലേക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് പോയി. മാസ്റ്റേഴ്സ് ആണ് ചെയ്തത്. താങ്കളുടെ ഫാദർ എന്തെങ്കിലും ബിസിനസ്സിന്? ഫാദർ ട്രാവൽ ആൻഡ് ടൂറിസം ബിസിനസ്സാണ്. പുള്ളി ടൂറിസം ബസ്സുകളൊക്കെ ചെയ്യുന്ന ബിസിനസ്സായിരുന്നു. പിന്നെ കുറച്ച് എൻ്റെ ഡിഗ്രി സമയമൊക്കെ അവർ ഏകദേശം തകർന്നു, അവരുടെ ബിസിനസ്സൊക്കെ തകർന്നുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് കയറുക എന്നുള്ളതായിരുന്നു ആ സമയത്ത് എൻ്റെ. അതൊക്കെ ഒബ്സർവ് ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് പരാജയങ്ങളെ കുറിച്ച് കുറെ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യരുതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യ ജോലി എന്തായിരുന്നു? ആദ്യമായിട്ട് അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ 1 വർഷം ബാംഗ്ലൂരിലും പിന്നെ 2 വർഷം ഇവിടെ ബോംബെയിൽ, പെങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് ബോംബെയിൽ പോയിട്ട് അവിടെ നിന്നാണ് പിന്നെ മുംബൈ, പണ്ട് ബോംബെ ആണ്. അതെ, അവിടെയാണ് കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞു അവിടെ തന്നെ ഒരു 2 വർഷം ജോലി ചെയ്തു. IT മേഖലയിൽ. IT ആയിരുന്നു, MCA ആയിരുന്നു കഴിഞ്ഞത്. അത് കാരണം അവിടെ തന്നെ ജോലി ചെയ്തു. അവിടുന്ന് പിന്നെ ഒമാനിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലേക്ക് ജോലി കിട്ടിയിട്ട് IT-ലേക്ക് ജോലി കിട്ടി. മിനിസ്ട്രി ഓഫ് ഹെൽത്തിലേക്ക് എങ്ങനെ അവിടെ ഒരു ജോലി നേടി? എനിക്കറിയുന്ന ആളിവിടെ ഉണ്ട്, ഒമാനിലുണ്ട്. അപ്പം അവർ അറേഞ്ച് ചെയ്ത ഇന്റർവ്യൂ പ്രകാരം നമുക്ക് ജോലി നേടി. ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തു. അപ്പോൾ ജോലി കിട്ടിയതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഒമാനിലോട്ട്. ശരി. 2014 ഒമാനിൽ വന്നു. എന്ത് ജോലിയായിരുന്നു? IT, മിനിസ്ട്രി ഓഫ് ഹെൽത്തിലെ IT ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്തത്. നല്ല സർക്കാർ ജോലിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോലിയാണ്. തുടക്കം നല്ല ജോലിയാണ്. അപ്പോൾ 2.5-3 വർഷത്തോളം 2017 വരെ, 2007 വരെ, 2004 വന്ന് 2007 വരെ ഇവിടെ ഒമാനിലുണ്ടായിരുന്നു. അപ്പോൾ 2007 എനിക്ക് ഒമാനിൽ നിന്നും ഖത്തറിലേക്ക് ഒരു ജോലി കിട്ടി. ഒരു US കമ്പനിയിൽ ജോലി കിട്ടിയിട്ട് ഖത്തറിലോട്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത പടിയായി. അത് വലിയൊരു ജമ്പായിരുന്നു ലൈഫിൽ. എന്താ പറയുക, നമുക്ക് കിട്ടാവുന്ന ഒരു 3-4 ഇരട്ടി സ്പൈക്കിലാണ് നമുക്ക് അവിടത്തേക്ക് ജോലി കിട്ടുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഖത്തറിലേക്ക്. പ്രോജക്റ്റ് എന്തായിരുന്നു?
അതൊരു എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് കമ്പനിയായിരുന്നു. വേൾഡിൽ നമ്പർ 5 കമ്പനികളിൽ പെട്ട ഒരു കമ്പനിയായിരുന്നു. അവർക്ക് മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് ഓഫീസുകളുണ്ട്. അപ്പോൾ ആ ഓഫീസുകളുടെ IT മാനേജ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ജോലി. എത്ര വർഷം? അവിടെ ഞാൻ ഏകദേശം 2007 മുതൽ 2017 വരെ 10 വർഷം ഞാൻ അവിടെ 10 വർഷമുണ്ട്. 10 വർഷം ഖത്തർ. അതെ, നല്ലൊരു പ്ലേ ഗ്രൗണ്ട് ആയിരുന്നു. അതെ, കാര്യങ്ങൾ അതെ. പഠിച്ചു അല്ലേ? ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അവിടെ മിഡിൽ ഈസ്റ്റ് IT അഡ്മിനിസ്ട്രേറ്ററായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് യാത്രകൾ ചെയ്ത് അവരെ എല്ലാ ഓഫീസുകളിലും മിഡിൽ ഈസ്റ്റ് ഓഫീസുകളിലേക്ക് യാത്ര ചെയ്യുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ നല്ല എക്സ്പോഷർ കിട്ടിയ ജീവിതത്തിൽ. പക്ഷെ താങ്കളുടെ ഉള്ളിൽ എവിടെയോ ഒരു സംരംഭകൻ ഒളിഞ്ഞിരിപ്പുണ്ട്. തുടക്കം മുതലേ ഉണ്ട് സാർ. അതായത് ഒമാനിൽ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കൂട്ടുകാരൊക്കെ ആയിട്ട് എപ്പോഴും ചർച്ച ചെയ്യുന്നത് നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് മാത്രം. ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാര്യമായ പരിപാടി എന്ന് പറയുന്നത് ഇരുന്ന് ബിസിനസ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുക, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക. അങ്ങനെ അതെപ്പോഴും ഉള്ളിലുണ്ട്, ആ ഒരു പാഷൻ എപ്പോഴും ഉള്ളിലുണ്ട്. അപ്പം ഖത്തറിൽ നിന്നാണ് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് ബിസിനസ് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ. അപ്പം അങ്ങനെ അവിടെ 3-4 ബിസിനസ്സിൽ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ പാരലലി ആദ്യം അവിടെ നമ്മൾ ചെയ്തത് ഇൻഡസ്ട്രിയൽ ഗ്യാസിന്റെ ഒരു ബിസിനസ്സായിരുന്നു. ഓക്സിജൻ, നൈട്രജൻ ഗ്യാസ്. എൻ്റെ ഒരു കസിനെ ഞാൻ ദുബായിൽ നിന്ന് അവിടത്തേക്ക് കൂട്ടി. ആളാണ് അവിടെ ബിസിനസ് റൺ ചെയ്യുന്നത്. അപ്പം അത് നമ്മളൊരു 1-2 വർഷത്തോളം നല്ല രീതിയിൽ റൺ ചെയ്തു. പിന്നെ അതിന്റെ ഒരു സാച്ചുറേഷനിലെത്തി അത് താഴോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പിന്നെ അതിൽ നിന്ന് പിന്മാറി. അടുത്തത് പിന്നെ ഒരു ഇലക്ട്രോണിക്സ് ഷോപ്പ് തുടങ്ങി. പക്ഷെ വലിയ രീതിയിൽ തന്നെ തുടങ്ങി. ഏകദേശം നമുക്ക് വലിയ പരിചയമൊന്നുമില്ലാത്ത മേഖലയാണ്, എന്നാലും ബിസിനസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മളത് ചെയ്തു. പക്ഷെ ഒരു 1-1.5 വർഷം കൊണ്ട് അത് നല്ല ഒരുപാട് പൈസ കയ്യിൽ നിന്ന് പോയി. ഇതൊക്കെ ജോലി മൂന്നാമത്തെ നമ്മളൊരു റെഡിമെയ്ഡ് ഷോപ്പ് തുടങ്ങി അവിടെ തന്നെ. അടിപൊളി. ഗ്യാസ് അത് കഴിഞ്ഞ് നേരെ ഇലക്ട്രോൺ, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റെഡിമെയ്ഡിലിട്ട് പോയി. റെഡിമെയ്ഡിലേക്ക്. അതെ. നമുക്ക് ഐഡിയ ഒന്നുമില്ല. അവിടെ വീക്കെൻഡിൽ ലീവുള്ള ദിവസങ്ങളിൽ അവിടെ നിന്ന് ദുബായിൽ വരും പർച്ചേസ് ചെയ്യാൻ. ഞാനും കൂടി ദുബായിൽ വരും പർച്ചേസ് ചെയ്തിട്ട് സാധനം കൊണ്ടുപോയി വിൽക്കും. പക്ഷെ അതൊക്കെ ഒരു പാർട്ട്ണർഷിപ്പിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇതൊക്കെ കസിനുമായിട്ടുള്ള ഇതിലൊക്കെ ചെയ്യാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഒരു 1.5 വർഷം കൊണ്ട് അതും തീരുമാനമായി. നമ്മൾ ഇത്രയും നാള് ഉണ്ടാക്കിയ പണമാണ് ഈ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണിയെടുത്തുണ്ടാക്കിയ പൈസയാണ്. സത്യം പറഞ്ഞാൽ അവിടെ നിന്നുണ്ടാക്കിയ കുറെ പൈസ ഇങ്ങനെ കളഞ്ഞു. 3 എണ്ണം പൊട്ടി. ശരി. 4ാമത് ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മള് ഒരു ലോണ്ടറി പ്രൊഡക്ട്സിൽ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് ഞാൻ കസിനോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ലോണ്ടറി സപ്ലൈ ചെയ്യാം. അപ്പം സൗദിയിലുള്ള ഒരു കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ചോദിച്ചപ്പോൾ അവർ തന്നു. ഒരു ഡിറ്റർജൻറ്റ് പ്രൊഡക്ട്സ് ഒക്കെ ഉള്ള ഒരു കമ്പനി. അപ്പോൾ അത് ഞങ്ങൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തു. അത് കുഴപ്പമില്ലാതെ ഒരു 5-6 മാസം കൊണ്ട് അത് മാർക്കറ്റ് പിക്ക് ചെയ്തു. വെരി ഗുഡ്. അപ്പം ആ ഏരിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ബിസിനസ് നല്ല രീതിയിൽ ഫ്ലറിഷായി വന്നു. ഒരു 1.5 വർഷമായപ്പോൾ ഏകദേശം നല്ല കോൺഫിഡൻ്റ് ആയി. യെസ്, ഇതാണ് നമ്മളിപ്പോൾ 3 എണ്ണം പരാജയപ്പെട്ടു. ഓക്കെ, ഈ ബിസിനസ് ഫ്ലറിഷായി. അപ്പം ഇതാണ് നമ്മളെ 3, പക്ഷെ 4-4 ശരി. അപ്പൊ ഇതാണ് നമ്മളെ ബിസിനസിന്റെ മേഖല എന്ന് മനസ്സിലായി. അങ്ങനെ എനിക്ക് മനസ്സിൽ തോന്നി തുടങ്ങി, ഓക്കെ, ദിസ് ഈസ് യുവർ ടൈം ഷഫീഖ്, ഗെറ്റ് ഔട്ട് ഓഫ് ദ ജോബ് എന്നുള്ള രീതിയിൽ. അങ്ങനെ ജോലി റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. ജോലി റിസൈൻ ചെയ്യാം. എന്ത് ശമ്പളം ഉണ്ട് ഇന്ത്യൻ റുപ്പീസ് പറഞ്ഞാൽ? അന്ന് എനിക്ക് 5 ലക്ഷം രൂപ ഇന്ത്യൻ റുപ്പീസ് ശമ്പളം. ഏത് വർഷമായി പറയുന്നത്? 2017. നല്ല വലിയ എമൗണ്ട് ആണ്. വലിയ എമൗണ്ട്. 9 വർഷം മുമ്പായി പറയുന്നത്. അതെ. ഫാമിലി ആ സമയത്ത് ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ ജീവിക്കായിരുന്നു. വൈഫും കുട്ടികളും ഉണ്ട്. 3 ആൺകുട്ടികളുണ്ട് എനിക്ക്. ഒരു സ്വകാര്യ ചോദ്യം, ഈ ബാക്കിയുള്ളവരൊക്കെ എന്താ പറഞ്ഞു ഇതൊക്കെ റിസൈൻ ചെയ്യുന്നു പറഞ്ഞപ്പോൾ? അല്ല, എനിക്ക് ഫാമിലിക്കും എൻ്റെ വൈഫിനായാലും എൻ്റെ വീട്ടിൽ ഉപ്പാവും അവർക്കൊക്കെ എൻ്റെ പാഷനെ പറ്റി നല്ല ബോധ്യമുണ്ട്. പിന്നെ ഐ ഡോണ്ട് നോ വെദർ ദേ ട്രസ്റ്റഡ്, അവർക്ക് നല്ല ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഹി വിൽ ഡു, ചെയ്യുന്നത് റൈറ്റ് ആയിട്ട് ചെയ്യുന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. അറിയില്ല. ഫ്രീഡം തന്നു അവര്. ഉണ്ടായില്ല. ഇല്ല, ദേ സപ്പോർട്ടഡ് വെൽ. 5 ലക്ഷം വേണ്ടെന്ന് വെക്കുന്നു, ജീവിതത്തിലെ ഏറ്റവും വലിയ റിസ്ക് എടുക്കുന്നു, റിസൈൻ ചെയ്യുന്നു. യെസ്, വാട്ട് നെക്സ്റ്റ്? അങ്ങനെ റിസൈൻ ചെയ്തു. ഞാൻ ആ ബിസിനസ് കസിനോട് റൺ ചെയ്തോളാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ ചെയ്യാൻ പോകുന്നത്. താങ്കൾ ഇറങ്ങിയത് ആ ബിസിനസ് ചെയ്യാനല്ല? അല്ല, ഞാൻ ഇറങ്ങുന്നത് ആ ബിസിനസ് ചെയ്യാനല്ല. എനിക്ക് ട്രേഡിംഗ് ബിസിനസ്സിനോട് വലിയ താല്പര്യമില്ല. എൻ്റെ മേഖല ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് മാനുഫാക്ചറിങ് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതായിരുന്നു. കളികൾ കളിക്കാനാണ് ഇറങ്ങുന്നത്. ചെറിയ കാര്യങ്ങളോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാനുഫാക്ചറിങ് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം.
അങ്ങനെ മാനുഫാക്ചറിങ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഈ ബിസിനസ് സക്സസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്ക്വേർഡ് പോയാൽ എനിക്ക് ഇതിന് വേണ്ട പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളത് ഒരു ഐഡിയ മനസ്സിൽ വന്നു. അങ്ങനെയാണ് റിസൈൻ ചെയ്തത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കസിനോട് പറഞ്ഞു, നിങ്ങളിത് റൺ ചെയ്തോളൂ, പിന്നെ ഞാൻ ഇന്ത്യയിൽ പോയിട്ട് ഇന്ത്യയിൽ ഈ ബിസിനസ് മാനുഫാക്ചർ ചെയ്യാം, എന്നിട്ട് പ്രോഡക്റ്റ് ഇങ്ങോട്ട് അയച്ചു തരാം. താങ്കൾ പഠിച്ചത് MCA ആണ്. അതെ, താങ്കൾ ഒരു IT വിദഗ്ധനാണ്. കറക്റ്റ്. താങ്കൾക്ക് ഈ ലോണ്ടറി പ്രോഡക്ട്സുമായിട്ട് എന്ത് ബന്ധമാണെന്ന് ഞാൻ ചോദിച്ചു. ഒരു ബന്ധവുമില്ല. ഒരു ബന്ധമില്ല സാർ. ഇത് ഒരുപാട് ആളുകൾ എന്നോട് ആ സമയത്ത് ചോദിച്ച ചോദ്യമാണ്. സത്യത്തിൽ നിനക്ക് വട്ടാണോ, നീ IT നിനക്ക് ഒരു ബന്ധമില്ലാത്ത കെമിക്കൽ മേഖലയിലോട്ട് എന്ത് ധൈര്യത്തിലാണ്? അതും ഇവിടെ ട്രേഡിങ്ങും അല്ല ചെയ്യാൻ പോകുന്നത്. അതെ, നാട്ടിലേക്ക് പോവാൻ ഫാമിലി ആയിട്ട് ഇവിടെ അടച്ചുപൂട്ടി നാട്ടിലേക്ക് പോവാം. എല്ലാം ഒഴിവാക്കി നമ്മൾ നാട്ടിലേക്ക് പോവാണ്. നാട്ടിൽ എങ്ങോട്ട് ചെന്നു? ഞങ്ങൾ നാട്ടിൽ പോയിട്ട് എനിക്കറിയാം, എൻ്റെ നാട്ടിലേക്ക് തലശ്ശേരി പോവുകയാണെങ്കിൽ ഒരുപാട് അവിടുത്തെ ആക്ടിവിറ്റീസിൽ ഞാൻ കല്യാണവും പരിപാടികളൊക്കെ ആയിട്ട് അവിടെ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ മക്കളെയും ഫാമിലിയെയും കൂട്ടി നേരെ വയനാട്ടിൽ ഒരു സ്ഥലത്ത് വാടകയ്ക്ക് വീടെടുത്തു. എന്നിട്ട് അവരവിടെ താമസിപ്പിച്ചു. എന്നിട്ട് പിന്നെ കുട്ടികൾ അവിടെ സ്കൂളിൽ ചേർത്തു. ഞാൻ എൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചും പഠനങ്ങൾക്കും വേണ്ടി ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങി. കേരളത്തിൽ മൊത്തം ഒരുവിധം എല്ലാ ഫാക്ടറികളും കയറി ഇറങ്ങി, ഒരുവിധം എല്ലാ കിൻഫ്രകളിലും കയറി ഇറങ്ങി. അവിടുത്തെ ആളുകളെ കണ്ടു, അവരോട് സംസാരിച്ചു. എങ്ങനെയാണ് എനിക്ക് കേരളത്തിൽ ഇങ്ങനെ ഒരു മാനുഫാക്ചറിങ് കമ്പനി തുടങ്ങാൻ പറ്റുക എന്ന് ചോദിച്ചു. പലരും നല്ല പോസിറ്റീവായിരുന്നു, അവരൊക്കെ വളരെ പോസിറ്റീവായിരുന്നു. പക്ഷേ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, തുടങ്ങുന്നുണ്ടെങ്കിൽ കിൻഫ്രയിലേ തുടങ്ങും. അതായത് ഡെഡിക്കേറ്റഡ് ഏരിയയിൽ മാത്രമേ തുടങ്ങൂ. അതായത് കേരളത്തിൽ പലരും പുറത്ത് തുടങ്ങിയിട്ട് പിന്നീട് പല വർഷങ്ങളുണ്ടായത് എക്സ്പോർട്ട് ഓറിയന്റഡ് പ്രോഡക്റ്റ്. കറക്റ്റ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തുടങ്ങുന്ന ഒരു തീരുമാനം ഞാൻ എടുത്തു. അപ്പം അവസാനം അവർ എനിക്ക് വയനാട്ടിൽ ഒരു കിൻഫ്രയിൽ ഒരു സ്ഥലം അലോക്കേറ്റ് ചെയ്തു. ആ സമയമാകുമ്പോൾ ഏകദേശം ഒരു വർഷമായി കേട്ടോ. നമ്മൾ ഇത്രയും അതായത് ഒന്ന് പഠിക്കുകയായിരുന്നു, 3-4 മാസം പഠിക്കുകയായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു വർഷമായപ്പോൾ അവരത് അലോക്കേറ്റ് ചെയ്ത സ്ഥലത്തിന്റെ പ്രശ്നം ഞാൻ അവിടെ പിന്നെ നമ്മളെ കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ട ആളൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരിങ്ങനെ തൂക്കായി കിടക്കുന്ന ഒരു സ്ഥലമായി കുന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ നീ ഈ പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 1.5 കോടിയെങ്കിലും നിനക്ക് ബിൽഡിങ് കെട്ടാൻ മാത്രം, ഫാക്ടറി കെട്ടാൻ മാത്രം 1.5 കോടിയാവും. എൻ്റെ പ്രോജക്റ്റിന് 1 കോടിയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഈ 1.5 കോടി ബിൽഡിംഗ് കെട്ടാനാവുന്ന കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇത് പറ്റില്ല, അതെന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഞാനത് ഒഴിവാക്കി. അപ്പോൾ പിന്നെ അടുത്ത ഓപ്ഷൻ ആലോചിച്ചപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല. എൻ്റെ സമയം കഴിയാറായി. കാരണം ഫണ്ട് നാട്ടിലിങ്ങനെ ഈ ഒരു വർഷം നേരത്തെ ഉണ്ടാക്കിയ സേവിങ്സ് വെച്ച് അത് വെച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഒരു വർഷം. അതെ. അപ്പോൾ അതൊരു വലിയ ചാലഞ്ചാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പോൾ വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ ഇനി അധികം സമയമില്ല. അപ്പം ഉടനെ പരിചയമുള്ള കുറച്ച് ഇൻവെസ്റ്റേഴ്സിനെ, ഗൾഫിലുള്ള ഇൻവെസ്റ്റേഴ്സിനെ വിളിച്ചിട്ട് സംസാരിച്ചു. ഇങ്ങനൊരു പ്രൊജക്റ്റ് എൻ്റെ കയ്യിലുണ്ട്, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. അങ്ങനെ ഭാഗ്യത്തിന് ഒമാനിലുള്ള ഒരു 3 ഇൻവെസ്റ്റേഴ്സ് എന്നോട് വന്നോളൂ, നമുക്ക് സംസാരിക്കാം. ഓക്കെ. അങ്ങനെ അവിടുന്ന് പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി ഒക്കെ സെറ്റാക്കി വളരെ സന്തോഷത്തോടു കൂടി ഒമാനിലേക്ക് ആദ്യം തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. അപ്പോൾ ഒമാനിലേക്ക് വന്നു. ഞാൻ അവിടെ ഒമാനിലെത്തി ഇവരെ കണ്ടു. ഓരോരുത്തരായിട്ട് കണ്ടു, ഓരോ ദിവസം ഓരോരുത്തരായിട്ട് കണ്ടു. അപ്പം അവർ പ്രൊജക്റ്റൊക്കെ കേട്ടു, അവർക്കൊക്കെ ഇഷ്ടമായി. നല്ല പ്രൊജക്റ്റ്, നല്ല കൺസെപ്റ്റ്, എല്ലാം ഭയങ്കര ഹാപ്പിയാണ്. ബട്ട് ദ പ്രോബ്ലം ഈസ് ദിസ് ഗൈ ഹാസ് നോ ബാക്ക്ഗ്രൗണ്ട്. ഈ ആൾക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല. ഇയാൾ IT ആണ്, ഇയാൾ ഇന്നേ വരെ മാനുഫാക്ചറിങ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇയാളെ മേലെ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവർക്കും താല്പര്യമില്ല. എൻ്റെ മേലെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ചൊല്ലുണ്ട്, പൂച്ചയ്ക്ക് എന്താണ് പൊന്നൊരു കുതിര. അപ്പോൾ ആളുകൾക്കൊന്നും ഒരു ധൈര്യമില്ല. അവരാരും 3 പേരും റിജക്ട് ചെയ്തു. അവസാനം 3 പേര് റിജക്ട് ചെയ്തു. അവർക്ക് പ്രൊജക്റ്റ് ഇഷ്ടമായി, പക്ഷെ അവർക്ക് ഇത് കോൺഫിഡൻസ് ഇല്ല. ഷഫീഖിന് ഇത് ചെയ്യാൻ പറ്റൂല എന്നുള്ള കാര്യത്തിൽ അവർ കോൺഫിഡൻസ് ഇല്ല. ദാറ്റ്സ് ഫൈൻ. അത് അവരാണല്ലോ ഫണ്ട് ഇറക്കുന്നത്, അവരെ ഇതാണ്, കുഴപ്പമില്ല. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ വളരെ നിരാശനായി. കാരണം തിരിച്ചു പോയിട്ട് എന്ത് ചെയ്യും? കാരണം ജോലിയില്ല, നാട്ടിൽ പോയിട്ട് ഈ പ്രൊജക്റ്റും ഇങ്ങനെയായി, ഇനി എന്ത് ചെയ്യും? ആകെ പ്രശ്നത്തിലാണ്. അപ്പം മൈൻഡാകെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞാൻ വൈകുന്നേരം എനിക്ക് 5 മണിക്കാണ് കണ്ട ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെയുള്ള കൂട്ടുകാരുണ്ട്, ഒമാനിലുള്ള കൂട്ടുകാരോട് ഒരു 3 പേരുണ്ട്, എൻ്റെ നമ്മളെ പഴയ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന നല്ല ബന്ധം. അപ്പോൾ അവരോട് അന്ന് നമ്മൾ ബിസിനസ്സൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിരുന്ന ആളുകൾ. അപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക്
വെറുതെ ചായ കുടിക്കാം. മലയാളികളാണ്. മലയാളികൾ. നമ്മളെ കോഫി ഷോപ്പിൽ ഒരു കോഫി ഷോപ്പിൽ ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ പോകുന്നതിൻ്റെ മുമ്പ് 5 മണിക്ക് എൻ്റെ ഫ്ലൈറ്റ്. നിങ്ങളൊരു 4 മണിക്ക് വരികയാണെങ്കിൽ 5 മണിക്കാണ് എനിക്ക് എയർപോർട്ടിലേക്ക് പോകേണ്ടത്. അപ്പോൾ നിങ്ങളൊരു 4 മണിക്ക് വരികയാണെങ്കിൽ എനിക്ക് 1 hour നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. അവർ പറഞ്ഞു ഓക്കേടാ ഞങ്ങൾ എത്താം. അപ്പോൾ അവരൊരു 4 മണിക്കൊക്കെ അവരെല്ലാവരും ജോലി കഴിഞ്ഞവരെല്ലാം അവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് കുറേ വർത്തമാനം പറഞ്ഞു, ചിരിച്ച് കളിച്ച് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ അവിടുന്ന് എഴുന്നേറ്റ് ഞാൻ പോകാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ അതിലൊരാൾ ചോദിച്ചു, അല്ലടാ നീ എന്തിനാണ് ഇവിടെ വന്നത്, എന്താണ് നിന്റെ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അത് ഞാൻ പറഞ്ഞില്ലല്ലേ. അപ്പോൾ ഇതാണ് ഞാനിവിടെ വന്നത്, എൻ്റെ പ്രൊജക്ട് റിപ്പോർട്ട് ബാഗിൽ നിന്ന് എടുത്തിട്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്, പക്ഷേ ഇൻവെസ്റ്റേഴ്സ് എല്ലാം ബാക്ക് ഓഫ് ചെയ്തു, സോ തിരിച്ചു പോവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേ ആൾ എന്നോട്, അതിൽ ഉണ്ടായിരുന്ന വേറൊരാൾ എന്നോട് ചോദിക്കുക, അല്ലടാ ഇത് നമുക്ക് ചെയ്തൂടെ? ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ചെയ്യാണ്, നിങ്ങൾക്ക് കൂട്ടിയാൽ കൂടും, ഇത് വലിയ പ്രൊജക്റ്റാണ്, വലിയ ഫണ്ട് വേണം ഇതിന് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പിന്നെ അതൊന്നും കുഴപ്പമില്ലടാ, അത് നമ്മൾ ചെയ്യാം, അതൊക്കെ നമ്മൾ നോക്കിക്കോളും, ഫണ്ടിൻ്റെ കാര്യമൊക്കെ നമ്മൾ നോക്കിക്കോളും, നീ പോയിട്ട് തിരിച്ചു പോവാം, നീ ഏതായാലും ഇന്ന് പോവല്ലേ, പോയിട്ട് തിരിച്ചു പോവാം, നമ്മൾ ഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യാം, പിന്നെ വിളിക്കാം. അങ്ങനെ ഞാനന്ന് നാട്ടിലേക്ക് പോയി. ഒരു 3-ാമത്തെ ദിവസം അവർ വിളിച്ചു എന്നോട് പറഞ്ഞു ഫണ്ടൊക്കെ റെഡിയാണ്, നീ വന്നോ. അത് ശരി. ഇവര് സീരിയസ് ആണ്. ഒരു വെറുതെ ഭംഗി വാക്ക് പറഞ്ഞല്ല. കാരണം മറ്റുള്ളവർക്ക്, മറ്റ് ഇൻവെസ്റ്റേഴ്സിന് എൻ്റെ മേലെ ഇല്ലാതിരുന്ന ട്രസ്റ്റ് ഇവർക്കുണ്ടായിരുന്നു. കാരണം നിങ്ങളെ കണ്ടിട്ടുണ്ട് ഫോർ സം റീസൺ. കാരണം നമ്മൾ ഒന്നിച്ച് താമസിച്ച ആളുകളാണ്, നമ്മൾ പിന്നെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങിയാൽ ഡെഡിക്കേറ്റ് ചെയ്യുന്ന അവർക്ക് അറിയാമായിരിക്കും. മേ ബി. അപ്പോൾ മാത്രമല്ല നമ്മൾ എപ്പോഴും ബിസിനസ്സാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർക്കറിയാം ഇവരെന്തെങ്കിലും ചെയ്യുമെന്ന് അറിയിച്ചോട്ടെ. ഇവരാരും സംരംഭകരോ ഇൻവെസ്റ്റേഴ്സോ അല്ല, ഒന്നുമല്ല. ജോലി ചെയ്യുന്ന 3 മലയാളി സുഹൃത്തുക്കളാണ്. പരിചയം പുതുക്കാൻ വന്ന അവരാണ് താങ്കളോട് പറയുന്നത് അവരെവിടെ നിന്നൊക്കെയോ ഫണ്ട് റെഡിയാക്കി. അവരെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ അവർ ഫണ്ട് റെഡിയാക്കി. എങ്ങനെ കോടികളാണത്. അതെ. എന്നിട്ട് അപ്പോൾ അങ്ങനെ സാർ ഞാൻ ജനുവരിയിൽ 2018 ജനുവരിയിൽ ഞാൻ ഒമാനിലേക്ക് തിരിച്ചിറങ്ങി. വന്ന മുതൽ നമ്മൾ സ്ഥലം അന്വേഷിച്ച് നടപ്പ് തുടങ്ങി. ഒരു 2 മാസം കൊണ്ട് നമ്മൾ സ്ഥലം കണ്ടെത്തി. ഒരു കാലി സ്ഥലം കിട്ടി, അവിടെ ബിൽഡിംഗ് കെട്ടി തുടങ്ങി. ഏകദേശം ഒരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2018 സെപ്റ്റംബറിലാണ് നമുക്ക് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോഴും ഒരു 6-7 മാസം അങ്ങനെ പോയി. നോ റവന്യൂ അറ്റോൾ. കയ്യിൽ നിന്ന് അങ്ങോട്ട് പോകാന്നുള്ളത് ഇങ്ങോട്ടൊന്നുമില്ല. അല്ല, ഇത് തുടങ്ങിയത് ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞു. അതെ 2 വർഷമായി. അപ്പോൾ 2018 സെപ്റ്റംബറിൽ നമ്മൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അപ്പോൾ എന്ത് പ്രോഡക്ട്സ് ആണ്? നമ്മൾ ഡിറ്റർജന്റ് പ്രോഡക്ട്സ് ആണ്, ക്ലീനിങ് പ്രോഡക്ട്സ് ആണ്, ഹൈജീൻ ബ്രാൻഡാണ്. ക്ലീനിങ് പ്രോഡക്ട്സ്. അതെ. അതുമായിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. എന്ത് കമ്പനിയുടെ പേര്? ഡിഷ് വാഷിംഗ് ലിക്വിഡ്സ്, ഹാൻഡ് വാഷ് ലിക്വിഡ്, ആന്റിസെപ്റ്റിക്സ്, ഫ്ലോർ ക്ലീനേഴ്സ്, ഇങ്ങനെയുള്ള ഒരു റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇത് എന്താണ് കമ്പനിയുടെ പേര്? കമ്പനിയുടെ പേര് ഞാൻ ഒരുപാട് പേര് നമ്മളിവിടെ പേരിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു 23ഓളം പേരുകൾ ഞാൻ കൊടുത്തിരുന്നു. എല്ലാം റിജക്റ്റായി. ഞാൻ കൊടുത്ത എല്ലാ പേരുകളും റിജക്റ്റായി. അവസാനം അവിടെ ടൈപ്പിംഗ് സെന്ററിലുള്ള ആളോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും എനിക്കൊന്നും പാസ്സാക്കി തരാം. അങ്ങനെ പുള്ളി ആണ് സഹറത്ത് അൽ യാസ്മീൻ ഡിറ്റർജന്റ് ഇൻഡസ്ട്രി എന്നുള്ള പേരിൽ കമ്പനി രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ആ സഹറത്ത് അൽ യാസ്മീൻ എന്നുള്ളതിന് ZAY എനിക്ക് കിട്ടി. ആ ZAY വെച്ചിട്ട് ബ്രാൻഡ് നെയിം ഉണ്ടാക്കി. സായ് എന്നുള്ള ബ്രാൻഡിൽ ഒരു യുണീക്ക് പേരാണ് തീർച്ചയായും. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് സ്റ്റാർട്ടായി. സെപ്റ്റംബറിൽ സത്യം പറഞ്ഞാൽ മാർക്കറ്റിലേക്ക് സാധനം ഇറക്കി. ഇനീഷ്യലി സാർ നല്ല റിജക്ഷൻ ആയിരുന്നു. റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രൊഡക്റ്റ് നമ്മൾ വിചാരിച്ച ലെവലല്ല. ഇപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും, മാർക്കറ്റിൽ നമുക്ക് തോന്നുന്നുണ്ടോ മാർക്കറ്റിൽ കൊണ്ടുപോകുമ്പോൾ സാധനം വേറെ അതിന്റെ ക്വാളിറ്റി മാറിയിട്ടുണ്ടാവും, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അപ്പം എവിടെയും താങ്കൾ ഇത് മാനുഫാക്ചർ ഒന്നുമല്ല, IT പണി അറിയാന്നല്ല, ഇതൊന്നും അറിയില്ല. ഒരു ബന്ധം മുഴുവൻ എവിടെ നിന്ന് ഗൂഗിളിലൊക്കെയാണ് പഠിക്കുന്നത്. കംപ്ലീറ്റ് ഗൂഗിളാണ് സാർ എൻ്റെ ഇനീഷ്യലി ഉള്ള. അപ്പൊ നിങ്ങളുടെ ഗുരു. പക്ഷേ എൻ്റെ ഇപ്പോഴുള്ള കസ്റ്റമേഴ്സിലൂടെ ഞാൻ പറയാണ് സാർ, ഇപ്പൊ എൻ്റെ ഗൂഗിൾ അല്ല, ഇപ്പൊ എനിക്ക് എൻ്റെതായ കെമിസ്ട്രി ടീം വലിയ ടീമുണ്ടാവും. ഇനീഷ്യലി നമ്മൾ അങ്ങനെ എക്സാക്ട്ലി എൻ്റെ ഗൂഗിൾ ഫോർമുലേഷൻസ് ആണ്. ആ ഫോർമുലേഷൻസ് വെച്ചിട്ടാണ് ഞാൻ എല്ലാ പ്രൊഡക്റ്റും ചെയ്തത്. അമ്പേ പരാജയം. ആളുകൾ സാധനങ്ങൾ പലതും റിട്ടേൺ വന്നു. ഒരു 3-4 മാസമൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു പണി. കംപ്ലീറ്റ്ലി റിട്ടേൺ വരിക, അതിനെങ്ങനെ അനലൈസ് ചെയ്യുക. അപ്പം രാവും പകലും ഇല്ലാതെ ഇരുന്ന് പഠിച്ചു സാർ. സത്യം പറഞ്ഞാൽ രാവും പകലും ഇല്ലാതെ ഇരുന്ന് പഠിച്ചു. എങ്ങനെ ഇതിനെ സർവൈവ് ചെയ്യണം, ഇതിനെ എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം. അങ്ങനെ ഫോർമുലേഷനിൽ ഇരുന്ന് ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ ഞാനും വൈഫൊക്കെ നമ്മൾ കമ്പനി തന്നെ താമസിച്ചിട്ടുണ്ട്. രാത്രി കമ്പനി തന്നെ താമസിച്ച് നമ്മൾ ലാബിലിരുന്ന് ഇത് ഉണ്ടാക്കി നോക്കും, എന്നിട്ട് അവിടെ തന്നെ പാത്രം കഴുകി നോക്കും. അങ്ങനെയൊക്കെ നമ്മൾ പോയി. അങ്ങനെ ഒരു 5-6 മാസം കൊണ്ട് മെല്ലെ പ്രൊഡക്റ്റ് ഒരു സ്റ്റാബിൾ ആയി തുടങ്ങി.
മാർക്കറ്റിൽ അത്യാവശ്യം ആക്സെപ്റ്റ് ചെയ്യുന്ന വിധത്തിലെത്തി. പക്ഷെ അപ്പോഴും കൺസ്യൂമർ അക്സെപ്റ്റ് ചെയ്യണം. കൺസ്യൂമർ ആക്സെപ്റ്റ് ചെയ്യണം, അതൊരു വലിയ ചലഞ്ചാണ്. അപ്പം അത് മാത്രമല്ല അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ റിയൽ ടഫ് തിങ്. അപ്പം ഞങ്ങളൊരു സത്യം പറഞ്ഞാൽ സാർ ഒരു 3 വർഷം കമ്പനി കണ്ടിന്യൂസ് ലോസിലാണ്. ഫസ്റ്റ് 3 years നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള കഥയാണ് പറയാം. സ്റ്റാർട്ട് ചെയ്തിട്ട് സെപ്റ്റംബറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 2015 സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഫസ്റ്റത്തെ 3 വർഷം എല്ലാ മാസവും ഞങ്ങൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യാറ്. അവിടെ ഒരു 2 ചോദ്യം ചോദിക്കാനുണ്ട്. ഇത് ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല, 5 വർഷമായപ്പോൾ. അതെ കറക്റ്റ് അതിൽ പോകുന്നത്. അതെ അല്ലേ? അതെ. ഇനി രണ്ടാമത്തെ ചോദ്യം, ഈ 3 വർഷം നിങ്ങളുടെ ഇൻവെസ്റ്റേഴ്സ് അഥവാ സുഹൃത്തുക്കൾ? അതാണ് സാർ എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ ഒരു, അതായത് ഹൗസ് ഐ സർവൈവ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ക്യാൻ സിംപ്ലി സേ അവരാണ് അതിൻ്റെ പിന്നിൽ. കാരണം അവർ ആ 3 വർഷവും കുഴപ്പമില്ലടാ, അത് ശരിയാവും. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് പേടി വരുന്ന ഘട്ടത്തിൽ പോലും ഇവർ പറയാണ് കുഴപ്പമില്ലടാ, അത് ശരിയാവും, നമുക്ക് ശരിയാക്കാം. നിങ്ങൾ ഈ പറയുന്ന ഈ ബാസ്ക്കറ്റിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ നിരവധി ക്ലയൻസ് ഉള്ള നാടാണ് GCC. പലരും ഒന്ന് താഴ്ച കാണുമ്പോൾ തന്നെ പണം തിരിച്ചു ചോദിക്കുന്ന എക്സാക്ട്ലി നാട്ടിലിരുന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അവർ പറയാണ് 3 വർഷമായിട്ടും സാരമില്ലടാ, നമ്മൾ രക്ഷപ്പെടും. അവിടെയാണ് ആ ഫ്രണ്ട്സിന് എന്താ പറയുക. അപ്പോൾ സത്യം പറഞ്ഞാൽ സാർ ഈ ബിസിനസ് മുന്നോട്ട് പോകേണ്ടത് പിന്നെ എന്താ പറയുക, എല്ലാത്തിലും ഉപരി ഇവർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു ആവശ്യമായിട്ട് എനിക്കത് മാറി. ഇത് വിജയിപ്പിച്ചേ പറ്റൂ. കാരണം ഇനിയിപ്പോൾ ഇപ്പോൾ പാഷൻ ഇതിനൊക്കെ പുറമെ എൻ്റെ കൂടെ നിന്നിട്ട് എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റേഴ്സ്, എൻ്റെ ഫ്രണ്ട്സ് ഓക്കെ, അവരാണെങ്കിൽ അവരെല്ലാം എടുത്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് അവർ ജോലി ചെയ്യുന്ന ആളുകളാണ്, അവരുടെയും സമ്പാദ്യം അവരുടെ എല്ലാ ലൈഫ് ഏണിങ്സ് ആണ്. സോ ഐ ഹാവ് ടു സപ്പോർട്ട് ദം ബാക്ക്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തോ ഹാർഡ് വർക്ക് ചെയ്യും, തിരിഞ്ഞു നോക്കാൻ പറ്റും. ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇനി മുന്നിൽ വരാനുള്ള എന്താണെന്ന് നോക്കുകയോ ഒന്നും ചെയ്തില്ല. നന്നായിട്ട് ഓടി 3 വർഷം നെഗറ്റീവില്. 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷം മുതൽ മെല്ലെ നമ്മൾ പ്ലസ് കണ്ടു തുടങ്ങി. ഓരോ മാസവും ക്ലോസ് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് ചെറിയ എമൗണ്ടുകൾ ഇങ്ങനെ കണ്ടു തുടങ്ങി. ആൻഡ് ഇറ്റ് ഗിവ്സ് അസ് കൈൻഡ് ഓഫ് ഒരു സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ മെല്ലെ നമ്മൾ അവിടെ നിന്ന് വളർന്നു. ആ ബ്രാൻഡ് മെല്ലെ ആളുകൾ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. നമ്മളിവിടെ ഒമാനിലെ എല്ലാ ഔട്ട്ലെറ്റ്സിലും വലിയ ഔട്ട്ലെറ്റ്സ് നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. എനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വലിയ ബ്രാൻഡ്, ഇവിടുത്തെ വലിയൊരു ഔട്ട്ലെറ്റ്, ഇവിടെ മാത്രമല്ല GCCയിൽ മൊത്തമുള്ള ഒരു ഔട്ട്ലെറ്റ്, അവർ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചൊരു സിറ്റുവേഷൻ ഉണ്ടായി സാർ. ഇറ്റ് വാസ് ലൈക്ക് എ പ്രൗഡ് മൊമെന്റ് ഫോർ മീ. യെസ് ഡെഫിനറ്റ്ലി. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. നമ്മൾ ഒമാനിൽ മാത്രം ഇന്ന് എത്ര ഔട്ട്ലെറ്റുകൾ അവൈലബിൾ ആണ്? നമ്മൾ ഏകദേശം 600 ഔട്ട്ലെറ്റുകളിൽ നമ്മളിപ്പം അവൈലബിൾ ആണ്. നമ്മൾ ഒമാനിൽ ഒതുങ്ങിയോ? ഒമാനിൽ മാത്രം നിന്നില്ല, ഞങ്ങൾ ഒമാനിൽ നിന്ന് UAE ഓപ്പറേഷൻസ് തുടങ്ങി. UAE ഒരു ഫാക്ടറി കൊടുക്കുന്നത് അറിഞ്ഞിട്ട് നമ്മൾ ആ ഫാക്ടറി ഫാക്ടറിനെ വാങ്ങിച്ചു. നമ്മൾ അവിടെയും ഒരു റിഡൻഡൻസി എന്നുള്ള രീതിയിൽ, പിന്നെ ഒമാനിലൊരു ഫാക്ടറി ഉണ്ട്, പക്ഷെ ഒരു റിഡൻഡൻ്റ് ആയി നിൽക്കുക എന്നുള്ള ആ ഒരു പ്ലാനോട് കൂടി 2 ഫാക്ടറി വേറെ എവിടെയാണ്? 2 ഉള്ളൂ നമുക്ക് UAE. പിന്നെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ, ഖത്തറിലൊരു ഡിസ്ട്രിബ്യൂഷൻ, ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങൾ ഡയറക്റ്റ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് UAE-ലും ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. UAE-ലും നമുക്ക് സ്വന്തമായിട്ട് ഫാക്ടറി ഉണ്ട്. ഖത്തറിൽ നമ്മൾ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് 100+ എംപ്ലോയീസ് ഉണ്ട് ടോട്ടൽ. ആളുടെ കഠിനാധ്വാനം, ആ പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ട്, ദൈവാനുഗ്രഹം. ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? പൊസിഷനിങ്ങിൽ നമ്മൾ എവിടെയാണ്? നമ്മൾ ഇന്ന് ഒമാനിലെ ലോക്കൽ ബ്രാൻഡുകളുടെ ഇടയിൽ നമ്മൾ രണ്ടാമതായിട്ട് നിൽക്കുകയാണ്. ടോപ്പ് 2 ബ്രാൻഡിൽ ഞങ്ങൾ നിൽക്കുകയാണ്. കാരണം ഇവിടെയുള്ള ബ്രാൻഡുകൾ എല്ലാം 45-50 years ഓൾഡ് ബ്രാൻഡുകളാണ്. അവിടെയാണ് ഞങ്ങൾ ശിശുവാണ്, ഞങ്ങൾ ഒരു ബേബിയാണ്. ഇതിൽ 8 വർഷമേ ഉള്ളൂ. ബട്ട് വി ആർ സെക്കൻഡ് ടോപ്പ് കമ്പനി. രണ്ടാമത്തെ പൊസിഷനിൽ എത്തി എന്നുള്ളത് തന്നെ അതൊരു വലിയ കാര്യമാണ്. അതും ഞാൻ പറയട്ടെ, മലയാളി തുടങ്ങിയ ഒരു FMC ബ്രാൻഡ് ഇതുപോലെ GCCയിൽ ഒരു രാജ്യത്ത് ആരെങ്കിലും ഇത്രയധികം റീച്ച് ഉണ്ടാക്കിയത് അത് സഹീറിന് അവകാശപ്പെട്ടതാണ്. അതൊരു വലിയ സത്യമാണ്. പക്ഷേ ഞാൻ പറയണത് അത് എൻ്റെ ടീം, എൻ്റെ കൂടെയുള്ള ടീം സാർ, ദേ ആർ ബ്രില്യൻ ടീമാണ് എൻ്റെ കൂടെ ഉള്ളത്.
ഷഫീഖിന്റെ വിഷൻ അല്ല, ടീമിന്റെ വിഷൻ. എത്ര എക്സ്ക്യൂസ് ഉണ്ട് ഇതിൽ? ഞങ്ങൾക്ക് ഇപ്പോൾ 253+ എക്സ്ക്യൂസ് ഉണ്ട്. താങ്കൾ 4-5 പ്രോഡക്റ്റ് ആയിട്ട് തുടങ്ങിയതാണ്. യെസ്. ഇത്രയധികം. അപ്പൊ എന്തൊക്കെ പ്രോഡക്ട്സുകളാണത്? നമ്മൾ ഹൈജീൻ സെഗ്മെന്റിലുള്ള എല്ലാ സാധനങ്ങളും നമ്മളെ കയ്യിലുണ്ട്. എവറിത്തിങ്, കിച്ചൺ, ഹോം കെയർ. നമുക്ക് ഹോം കെയർ, കിച്ചൺ കെയർ, ബാത്റൂം കെയർ എന്നൊക്കെ പറയുക. ബ്യൂട്ടി സെഗ്മെന്റിലും ഞങ്ങൾ സെലെ എന്ന് പറഞ്ഞിട്ട് ബ്യൂട്ടി സെഗ്മെന്റിൽ ഒരു ബ്രാൻഡ് ഉണ്ട്. ഷവർ ജെൽ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ അതിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും ബ്രാൻഡുകൾ ഇപ്പോൾ നമ്മൾ 4 ബ്രാൻഡുകൾ മെയിനായിട്ട് നമ്മളിപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഏറ്റവും പോപ്പുലർ പ്രോഡക്ട്സ് എന്താണ്? ഡിഷ് വാഷ്, ഹാൻഡ് വാഷ്, ആൻറ്റിസെപ്റ്റിക്, ഇതൊക്കെ നമ്മൾ പോപ്പുലർ പ്രോഡക്റ്റിൽപ്പെട്ട ഡിസ്ഇൻഫെക്റ്റൻസ്. ഇതൊക്കെ നമ്മൾ ഒമാൻ പോലൊരു മാർക്കറ്റിൽ നമ്മൾ 2ാം സ്ഥാനത്ത് എത്തണമെങ്കിൽ വൈ സേ? എന്താണ് മറ്റുള്ള ബ്രാൻഡുകളിൽ നിന്ന് ഇത്ര പ്രത്യേകത? സാർ, ആ കാര്യത്തിൽ എനിക്ക് സാറിനെ കുറിച്ച് പറഞ്ഞു പറ്റും. കാരണം ഞാൻ സാറിൻ്റെ ഈഗിൾ അറ്റൻഡ് ചെയ്തപ്പോൾ അന്ന് സാറ് പറഞ്ഞ കുറേ കാര്യങ്ങൾ, ഞാൻ എല്ലാ കാര്യങ്ങളും ഏകദേശം ഒരു 70-80% ഞാൻ എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തു. അത് ഇംപ്ലിമെൻറ്റ് ചെയ്തതിൻ്റെ ഒരു ഗുണം എനിക്ക് എല്ലാ ഭാഗത്തും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിലൊരു പോയിന്റ് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്, സാർ അന്ന് പറഞ്ഞ നമ്മളന്ന് ഈഗിളുടെ കോച്ചിങ് നിർത്തുന്ന സമയത്ത് ലാസ്റ്റിൽ സാർ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ കാക്കകളുടെ കൂടെ കലവില കൂട്ടാതെ ബി എൻ ഈഗിൾ, ഓക്കെ എന്ന് സാറ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെ ഇലാബറേറ്റ് ചെയ്തിട്ടാണ് ഞാൻ സത്യം പറഞ്ഞത്. ഇവിടെ ഒരുപാട് ചീപ്പി പ്രൊഡക്ട്സ് മാർക്കറ്റിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അതായത് വളരെ ചീപ്പായിട്ടുള്ള പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിനിടയിൽ ഞാൻ എങ്ങനെ കോമ്പീറ്റ് ചെയ്യും? എവിടെ പൊസിഷൻ ചെയ്യും? എവിടെ പൊസിഷൻ ചെയ്യും? ഇതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സാർ എനിക്ക് തന്നത്. നമ്മൾ ഈഗിളവ്, ഓക്കെ, കാക്കകളുടെ കൂടെ കലവില കൂട്ടാതെ ഞാൻ കൃത്യമായിട്ട് അതിനെ പൊസിഷൻ ചെയ്തു. MNC ബ്രാൻഡുകളിൽ നമ്മൾ ബ്രാൻഡിന് വാല്യൂ, ബ്രാൻഡിൻ്റെ പൈസ കൊടുക്കുന്നത് അത് ഒഴിവാക്കിക്കൊണ്ട് MNCയുടെ ക്വാളിറ്റി, പൈസ നമ്മൾ ആ ബ്രാൻഡിൻ്റെ പൈസ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രൈസിങ് സെറ്റ്, പൊസിഷൻ സെറ്റ്, വാല്യൂ ഫോർ മണി. യെസ്, വാല്യൂ ഫോർ മണി, അഫോർഡബിൾ പ്രൈസ്, ഗുഡ് ക്വാളിറ്റി. അങ്ങനെ പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്തത്. ആ ലോഞ്ച് വിജയിച്ചു സാർ. അത് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ആ പൊസിഷൻസ് നല്ല രീതിയിൽ വർക്ക് ചെയ്തു. ആ ഒരു സാറ് പറഞ്ഞ ആ കാര്യം ഞാൻ എല്ലാ കാര്യത്തിലും ഉപയോഗിക്കാറുണ്ട്. എപ്പോഴും നമ്മൾ എവിടെ പൊസിഷൻ ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ട് വേണം അത് ചെയ്യാൻ. ഷഫീഖ്, അതുപോലെ താങ്കൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം താങ്കളുടെ വീട്ടിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് ക്വാളിറ്റി ഉണ്ടോന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഒരു പ്രൊഡക്റ്റ് പോലും എനിക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു പ്രൊഡക്റ്റ് പോലും ഇല്ല. എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ഫാമിലിക്കും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു പ്രൊഡക്റ്റും ഞാൻ മാർക്കറ്റിൽ ഇറക്കുന്നില്ല. ഓരോ പ്രൊഡക്റ്റും ഞാൻ എടുക്കുന്ന സമയം മുമ്പ് നമ്മൾ പെട്ടെന്ന് ചെയ്തിരുന്നെങ്കിലും ഇപ്പം ഞാൻ ഓരോ പ്രൊഡക്റ്റും 8 മാസം മുതൽ 1.5 വർഷം വരെ സമയമെടുത്തിട്ടാണ് ഞാൻ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, കാരണം മറ്റു കമ്പനികളൊക്കെ പെട്ടെന്ന് ഇറക്കുമ്പോൾ നീ എന്താണ് ഇത്രയും സമയം ഓരോ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് ഇത്ര സമയം എടുക്കുന്നത്? ബട്ട് ഞാൻ അതിൻ്റെ പിന്നിൽ ശരിക്കും നമ്മൾ വർക്ക് ചെയ്ത് ഓരോ ടെസ്റ്റും ട്രയലും വീട്ടിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു. എനിക്ക് തൃപ്തിയാകുന്നത് വരെ കെമിസ്റ്റിനെ കൊണ്ട് അത് മാറ്റി ഫോർമുലേഷൻ മാറ്റി ചെയ്യിച്ചു. അത് ഡിസൈനിലായാലും ശരി, പാക്കിങ്ങിലായാലും ശരി, അതിൻ്റെ ക്വാളിറ്റിയിലായാലും ശരി, വി മേക്ക് ഷുവർ ദ ഗുഡ് പ്രൊഡക്ട്സ് കംസ് ഔട്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം 250ഓളം പ്രോഡക്റ്റുകൾ നിങ്ങൾക്കുണ്ട്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒരു ക്ലീനിങ് പ്രോഡക്റ്റ്, ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് സ്ത്രീകളാണ്. യെസ്. വലിയ മൾട്ടിനാഷണൽ ബ്രാൻഡുകളുള്ള ആ സ്ഥലത്തേക്കാണ്. അതായത് എൻട്രി ബാരിയർ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ്. ആർക്ക് വേണമെങ്കിലും ഇത് കെമിക്കൽ ഫോർമുലേഷൻ ഉണ്ടാക്കിയിട്ട് ഇറങ്ങാവുന്ന, അതാണ് ചീപ്പ് ക്വാളിറ്റി പ്രോഡക്റ്റ് ഏറ്റവും അധികം ഉള്ളത് ക്ലീനിങ് പ്രോഡക്റ്റ്. ആ മാർക്കറ്റിൽ സ്ത്രീകളെ കൺവിൻസ് ചെയ്യൽ അത്ര എളുപ്പമല്ല. ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലെങ്കിൽ ഒരു തവണ കൂടുതൽ ആ സ്ത്രീ അത് ഉപയോഗിക്കില്ല. അത്രയ്ക്ക് വിശ്വസ്തമായ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ള എളുപ്പമല്ല. അതിന് ബ്രാൻഡിങ് എഫേർട്ടുകൾ നിങ്ങൾ നന്നായി ചെയ്തു. ഞങ്ങൾ നല്ല രീതിയിൽ പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആയാലും ക്യാമ്പയിൻസ് ആയാലും മറ്റ് ആക്ടിവിറ്റീസ്, മാർക്കറ്റിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം എവ്രി ഔട്ട്ലെറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാലും സായിയുടെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ അടുത്ത് ഞാനിവിടെ കണ്ടു ഐഫോൺ ഒക്കെ ഫ്രീ. എന്തായിരുന്നു? ഞങ്ങളിപ്പോൾ റീസെൻ്റ്ലി ആണ് ഐഫോൺ ഒരു 10 ഐഫോൺ 17 ക്യാമ്പയിൻ നടത്തിയിരുന്നു. അപ്പോൾ അതിപ്പം മെഞ്ഞാന്നാണ് നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. എവറിബഡി ഈസ് ഹാപ്പി. അതിൽ നമുക്ക് മനസ്സിലായത് എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളുണ്ട്. നമ്മൾ ഈ 10 ഐഫോൺ വാങ്ങാൻ വന്നത് ആഫ്രിക്കയിൽ നിന്നുള്ള ആളുകളുണ്ട്, മറ്റ് ഒമാനികളുണ്ട്, മലയാളികളുണ്ട്, മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ സേ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ
നമ്മൾ ഏതെങ്കിലും ഒരു ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു മലയാളി തുടങ്ങിയാണെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സ് മലയാളികൾ മാത്രമായിരിക്കും. No, no, സേ അങ്ങനെയല്ല. സേ പൊസിഷൻ ചെയ്തിരിക്കുന്ന മലയാളികളുടെ ബ്രാൻഡായിട്ടല്ല, അല്ല, യൂണിവേഴ്സൽ ബ്രാൻഡ്. യെസ്, സ്പെസിഫിക് കമ്മ്യൂണിറ്റിക്കോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആളുകൾക്കോ ഉള്ളതല്ല. ദിസ് ഇസ് ഫോർ എവ്രി വൺ. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും എല്ലാവർക്കും അഫോർഡബിൾ ആകുന്ന രീതിയിലാണ് നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നത്. ഷഫീഖ്, താങ്കൾ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ബ്രാൻഡ് ബിൽഡ് ചെയ്തത്. പല ആൾക്കാരും GCC നിന്ന് ഒമാനിലേക്ക് വരുന്നുണ്ട്, GCCയിൽ ബിസിനസ് തുടങ്ങാൻ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. താങ്കളുടെ എക്സ്പീരിയൻസ് വെച്ച്, ഈ ഹാർഡ്ഷിപ്പ് വെച്ചിട്ടുള്ള പഠനം വെച്ചിട്ട്, ഒമാൻ പോലൊരു രാജ്യത്ത് ഒരു ബിസിനസ് വളർത്തണമെങ്കിൽ അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം? സാർ, ഞാൻ ഒമാൻ സ്പെസിഫിക് ആയിട്ട് പറയാതെ GCC ഞാൻ പറയാം. നമ്മൾ GCC എവിടെയായാലും ബിസിനസ് നമ്മൾ പഠിക്കണം. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവണം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തത് പേഷ്യൻസ് എന്ന് പറയുന്നത് വലിയൊരു കീ പോയിന്റാണ്. നമുക്ക് പേഷ്യൻസ് ഇല്ലാതെ നമ്മൾ എത്ര ഓടിയിട്ട് നമുക്ക് ഡ്രീം ഉണ്ടാവും, നമ്മളത് ചേസ് ചെയ്യാനുള്ള പേഷ്യൻസ് നമുക്കില്ലെങ്കിൽ വി വിൽ ഫെയിൽ അറ്റ് സം പോയിന്റ്. അപ്പോൾ അത് ചേസ് ചെയ്യാനുള്ള പേഷ്യൻസ്, ഞാൻ പറഞ്ഞല്ലോ സാർ, നമ്മൾ 3 വർഷം നെഗറ്റീവിൽ ഓടുമ്പോഴും എനിക്ക് എൻ്റെ പാഷനിലേക്ക് എൻ്റെ ഗോളിലേക്കും ഇത് എത്തും എന്ന് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക, ആ പേഷ്യൻസ് നമുക്കുണ്ടാവുക, അത് നിർബന്ധമാണ്. പേഷ്യൻസ് ഇല്ലാത്തവർ ബിസിനസ്സിൽ ഇറങ്ങിയ ആദ്യ ദിവസം തന്നെ ലാഭമുണ്ടാവും, ആദ്യ വർഷം ലാഭമുണ്ടാവും, ഒന്നും കാണാതെ എന്തെങ്കിലും ഒരു ചെറിയ ബാക്കപ്പ് എങ്കിലും കാണണം. യെസ്, താങ്കൾക്ക് അവിടെ അനുഗ്രഹമായത് താങ്കൾ തുടങ്ങി വെച്ച ട്രേഡിംഗ് ആണ്. യെസ്, ഞാൻ ഖത്തറിൽ തുടങ്ങി വെച്ച ആ ട്രേഡിംഗ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ 3 വർഷം നെഗറ്റീവും പിന്നെ ഒരു 2 വർഷം നമ്മൾ സ്റ്റാർട്ടിങ് പീരീഡൊക്കെ ആയിട്ട് അപ്പോൾ കുടുംബചെലവിൽ കിട്ടാനുള്ള വരുമാനം അവിടെ നിന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പിടിച്ചു സർവൈവ് ചെയ്യാൻ പറ്റും. സർവൈവ് അപ്പം അങ്ങനെ ഒരു ബാക്കപ്പ് ഉണ്ടാക്കി വെക്കുന്നതല്ല. അതോടൊപ്പം തന്നെ GCCയിൽ വന്ന് ബിസിനസ് ചെയ്യുമ്പോൾ സുതാര്യമായി ബിസിനസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ്. അതെ, ഞാൻ എനിക്ക് എൻ്റെ ഉപ്പാനിൽ നിന്ന് കിട്ടിയ ഒരു ഉപദേശമാണ്. അതായത് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ എപ്പോഴും സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. പുള്ളി എന്നോട് പറഞ്ഞത്, സാറ് ചോദിച്ചില്ലേ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ആകെ എന്നോട് ഇപ്പോൾ പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതാണ്, ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ സത്യസന്ധമായി ചെയ്യുക, അല്ലെങ്കിൽ മോനെ ചെയ്യാതിരിക്കുക. അപ്പോൾ ഞാനത് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ പാലിച്ചിട്ടുണ്ട്. ഞാനതാണ് സാറോട് പറഞ്ഞത്, ഞാൻ ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും ധൈര്യത്തിൽ, അതായത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് അല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ഞാൻ മാർക്കറ്റിൽ ഇറക്കിയിട്ടില്ല. വെറുതെ ആരെങ്കിലും ചീപ്പിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഒരു പ്രൊഡക്റ്റും നമ്മൾ ഇറക്കിയിട്ടില്ല. ഷഫീഖ്, അതുപോലെ തന്നെ ചോദിച്ചോട്ടെ, നിരവധി വർഷം താങ്കൾ ഇതിൻ്റെ പുറകെ നിൽക്കുക. ഇത് പ്രേക്ഷകർക്ക് മനസ്സിലാവും. പരാജയപ്പെട്ട ഒരു സംരംഭകനാണെങ്കിൽ താങ്കൾക്ക് മനസ്സിലാവും. 5 വർഷമാണ് വേറെ വരുമാനമൊന്നും ഇതിൻ്റെ പുറകെ ഈ വീണ് കിടന്ന് തോൽവി ഇങ്ങനെ നമ്മളങ്ങോട്ട് പരാജയപ്പെടുത്തുമ്പോൾ എവിടെയെങ്കിലും വെച്ച് തോന്നിയിട്ടുണ്ടോ ഇത് നിർത്തി പഴയ ജോലിക്ക് പോയാലോ, IT ഇത്ര നല്ല വരുമാനം കിട്ടുന്നൊരു ജോലിയിലേക്ക് തിരിച്ചു പോയാലോ എന്ന് ചിന്തിച്ച സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു സന്ദർഭം, സത്യം പറഞ്ഞാൽ അങ്ങനത്തെ സന്ദർഭങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം സാർ, ഞാൻ ഈ പ്രഷർ താങ്ങാൻ പറ്റാതെ, അതായത് ഈ സിറ്റുവേഷൻ്റെ പ്രഷർ താങ്ങാൻ പറ്റാതെ ഒരു ബിസിനസ് തുടങ്ങി ഒരു 2.5 വർഷം കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് ഒരു ദിവസം ഞാൻ പെട്ടെന്ന് കൊളാപ്സായി. ഒരു ദിവസം ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഡ്രൈവ് ചെയ്യാൻ പറ്റാതെ ഞാൻ കൊളാപ്സായി. അപ്പോൾ ആളുകൾ വന്ന് എന്നെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അന്വേഷിച്ചപ്പോൾ പ്രശ്നം പാനിക് അറ്റാക്ക്. അതായത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, ബോഡിയോ മൈൻഡിനോ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഐ എം ഡൺ. അപ്പോൾ അങ്ങനെ ഒരു 3-4 മാസം കംപ്ലീറ്റ്ലി വീട്ടിലായി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു 3-4 മാസം വീട്ടിൽ തന്നെയായിരുന്നു. ആ സമയത്തും എൻ്റെ ഇൻവെസ്റ്റേഴ്സ് റെഗുലറായിട്ട് എന്നെ വിസിറ്റ് ചെയ്യാൻ വരുമായിരുന്നു. അവിടെ വീട്ടിൽ വരും, അവർ വന്ന് ഒന്നും പേടിക്കേണ്ട, ആ കാര്യങ്ങളൊക്കെ നടക്കും. എനിക്ക് പേടി, ഇവരെ പൈസ ആണ് മാർക്കറ്റിൽ കിടക്കുന്നത്, എന്നിട്ടും ഇവർ വന്നിട്ട് നമ്മളോട് പറയാം സാരമില്ലെന്ന്, നീ നിൻ്റെ ഹെൽത്ത് നോക്കിപ്പോൾ, ഹെൽത്താണ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ വന്ന് സമാധാനിപ്പിച്ചു. 4 മാസം കംപ്ലീറ്റ്ലി വീട്ടിൽ പുറത്തിറങ്ങിയിട്ടില്ല. ഓഫീസൊക്കെ കംപ്ലീറ്റ്ലി റിമോട്ട്ലി റൺ ചെയ്തു. ആൻഡ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ട് പോലും സാറ് പറഞ്ഞ പോലെ തിരിച്ച് ജോലിയിലേക്ക് പോകണം ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം എനിക്കിത് വിജയിപ്പിക്കണം, എനിക്കിത് പ്രൂവ് ചെയ്തേ പറ്റൂ. ബിക്കോസ് ഞാൻ ഇറങ്ങിയത് അതിനാണ്. ഇത് ഞാൻ എന്ത് വന്നാലും ശരി ഞാനിത് പ്രൂവ് ചെയ്യും എന്ന ഒരു തീരുമാനം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടായില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആ ക്ലിഫിലെത്തി, എഡ്ജിലെത്തി നിന്ന് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് നെവർ ആ ഒരു ചിന്ത എനിക്ക് വന്നിട്ടില്ല, തിരിച്ച് ജോലിയിലേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്തായാലും ഇറങ്ങി, ഇനി അങ്ങറ്റം വരെ പോയി കണ്ടിട്ടേ ഉള്ളൂ എന്നുള്ള തീരുമാനത്തോടുകൂടി ഇറങ്ങി. ഷഫീഖ്, തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ബ്രാൻഡിൻ്റെ വിജയവും താങ്കളുടെ വിജയവും ആരോടൊക്കെയാണ് നന്ദി പറയാം?
സാർ നന്ദി പറയാൻ തുടങ്ങുകയാണെങ്കിൽ ആദ്യമായിട്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയാം. കാരണം ഇങ്ങനൊരു റിസ്ക് എടുക്കാൻ നമുക്ക് മനസ്സിൽ തോന്നിപ്പിച്ച ആള് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തോട് നന്ദി പറയണം ആദ്യം. രണ്ടാമത് പറയണമെന്ന് വെച്ചാൽ എൻ്റെ ഉപ്പ ഉമ്മ. എനിക്ക് ബിസിനസ്സിൻ്റെ ഒരു അംശമെങ്കിലും എൻ്റെ ബ്ലഡിൽ ഉണ്ടെങ്കിൽ അത് എൻ്റെ ഉപ്പാൻ്റെ ബിസിനസ് കണ്ടിട്ടാണ് എനിക്കത് വന്നത്. അപ്പം അവരെ സപ്പോർട്ട് അതെനിക്ക് പറഞ്ഞേ പറ്റൂ. അവരെ സപ്പോർട്ടും അവരെ പിന്തുണയും കൂടെ ഏതവസ്ഥയിൽ വിളിച്ചാൽ മോനെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു അനുഭൂതിയാണ്. അത് കിട്ടിയാൽ മതി. നമ്മൾ പല പ്രശ്നങ്ങളിലും അവരെ വിളിക്കുമ്പോൾ അവർ പറയുന്ന ആ കാര്യം കിട്ടിയാൽ ഓക്കെയാണ്. അതൊരു വലിയ പിന്തുണയാണ്. പിന്നെ കൂടെ നിന്ന് ഭാര്യ, മക്കൾ, എന്ത് പ്രശ്നം വന്നാലും ഇത്രയും പ്രോബ്ലംസും ഞാനിവിടെ അനുഭവിക്കുന്ന പല വിഷയങ്ങളും നേരിട്ട് കണ്ടിട്ടും അവർ പറഞ്ഞത്, വൈഫ് പറഞ്ഞത്, ഷഫീഖിന് ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് തീർക്കാനുള്ള ഒരു മനസ്സുണ്ട്, അതുകൊണ്ട് ഇത് തീർക്കുക തന്നെ ചെയ്യും, ഞങ്ങൾ കൂടെ ഉണ്ട്. ആ ഒരു വാക്കുകൾ വലിയൊരു സപ്പോർട്ടായിരുന്നു എനിക്ക് ജീവിതത്തിൽ. പിന്നെ എൻ്റെ ഇൻവെസ്റ്റേഴ്സ്, ഡെഫിനറ്റ്ലി അവരെ പറ്റി ഞാൻ കൂടുതലായിട്ട് പറയുന്നുണ്ട്, എന്നാലും ഞാൻ പറയാം സാർ, അവർ അത്രയും കൂടുതൽ അവർ ഇൻവെസ്റ്റേഴ്സ് ഒന്നുമല്ല, അവരെൻ്റെ നമ്മൾ പറയില്ലേ ക്ലോസ് ആയിട്ടുള്ള അവർ ഇന്നേ വരെ ബിസിനസ്സിൽ ഒരു കാര്യത്തിലും വന്ന് ഇടപെടുകയോ അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ദേ നോ ദാറ്റ് ഷഫീഖ് ചെയ്യുന്ന കാര്യങ്ങൾ അത് സ്ട്രെയിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് വെയിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടായിരുന്നു. ഒരു വലിയ കാര്യം അവരില്ലെങ്കിൽ സഹില്ല. യെസ് അവരില്ലെങ്കിൽ അതില്ല. അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ടീം, എ ബ്രില്യൻ ടീം. അവർ ഞങ്ങൾ വിഷൻ സെറ്റ് ചെയ്യുന്നത്, ഞങ്ങൾ ഒരു പ്ലാൻ, ഒരു ഇയർ പ്ലാനൊക്കെ ചെയ്യുന്നത്, വി ഓൾ സിറ്റ് ടുഗദർ ആൻഡ് വി മേക്ക് എ പ്ലാൻ ആൻഡ് അവർ എൻഷുർ ചെയ്യും ഈ പ്ലാൻ സക്സസ് ആക്കുക എന്നുള്ളത് ഷഫീഖിന്റെ മാത്രം ആവശ്യമല്ല, ഞങ്ങളുടെയും കൂടെ ആവശ്യമാണ്. ഈ കമ്പനി പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സായിയുടെ സ്റ്റാഫ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഞങ്ങളെയും കൂടി ഞങ്ങളെ കമ്പനിയാണ് എന്ന് പലരും പറയും. ഞാനത് ഭയങ്കര പ്രൗഡായിട്ട് എടുക്കുകയാണ്. അവർ മാർക്കറ്റിൽ പോയിട്ട് അവർ പറയുന്നത് ഇത് എൻ്റെയും കൂടി കമ്പനിയാണ്. സോ ഐ എം ബീങ് സോ പ്രൗഡ് ഓൺ ദാറ്റ്. ഓരോരുത്തരും അത് സ്വന്തം കമ്പനി പോലെ എടുത്ത് ചെയ്യുന്നു. ഇപ്പോഴും ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഓരോ സ്റ്റാഫും അവരെ ഒരു 100-120% എഫേർട്ട് ഇട്ടിട്ട് എന്നേക്കാൾ കൂടുതൽ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ എൻ്റെ കൂടെ ഉണ്ട്. ഐ എം സോ ഹാപ്പി. അവർക്കാണ് പിന്നെ ഞാൻ നന്ദി പറയേണ്ടത് ഈ വിഷയത്തിൽ, ഈ കമ്പനിനെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സായി എന്ന് പറയുന്ന ഈ ബ്രാൻഡിനെ വിശ്വസിച്ചുകൊണ്ട് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുപോയി അത് ഉപയോഗിച്ച് തിരിച്ചു പിന്നെയും അത് വാങ്ങുന്ന ആളുകളുണ്ടല്ലോ, നമ്മുടെ കസ്റ്റമേഴ്സ്, അവരോട് കൂടി ഞാൻ നന്ദി പറയാണ്. കാരണം അവരത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, അവരുടെ മനസ്സിൽ അത് ഏറ്റെടുത്തത് കൊണ്ടാണ് ഇന്ന് സായി സാർ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സീറ്റിൽ എനിക്ക് ഇരിക്കാൻ പറ്റും. ഇപ്പോൾ സാറോട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരിക്കലും 2017 ഞാൻ വൈഫിനോട് പറയായിരുന്നു, ഇങ്ങനെ സ്പാർക്ക് സ്റ്റോറീസ് ഒക്കെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ അവിടെ പോയിരിക്കും. അത് ഇന്ന് ആ ബക്കറ്റ് ലിസ്റ്റ് കംപ്ലീറ്റ് ആയി. അതിന് നന്ദി കസ്റ്റമേഴ്സാണ്, അവരാണല്ലോ നെഞ്ചിലേറ്റിയത്. അവിടെയാണ് ചോദ്യം, സായിയുടെ ഭാവി സ്വപ്നങ്ങളൊക്കെ 10 വർഷം കൊണ്ട്, ഇനി വരുന്ന 10 വർഷം കൊണ്ട് GCCയിൽ ഏറ്റവും ടോപ്പ് കമ്പനി ആവുക എന്നുള്ളതാണ്. ഈ ഒരു സെഗ്മെന്റിൽ ഹൈജീൻ കമ്പനി ആവുക എന്നുള്ളതാണ് ഞങ്ങളെ ഏറ്റവും വലിയ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒമാനിൽ ഞങ്ങൾ ഓൾറെഡി പ്രൂവ് ചെയ്തു, UAEയിലും ഖത്തറിലും ഞങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ വർഷം ഞങ്ങൾ 26 എൻഡോടുകൂടി സൗദിയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങളുടെ ലേറ്റർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ GCCയിലെ പെനിട്രേഷൻ കംപ്ലീറ്റ് ആയാൽ വി വിൽ ബി മൂവിങ് ടു ഇന്ത്യ. സോ നാട് മറന്നിട്ടില്ല. ഡെഫിനറ്റ്ലി അത് ഞങ്ങളുടെ പ്ലാനിലുള്ളതാണ്. ഇന്ത്യയിൽ ഞങ്ങൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സായി, ഞാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ മാർക്കറ്റിലേക്ക് വരാൻ. കാരണം എനിക്ക് അഭിമാനമാണ്, എൻ്റെ ഈഗിൾ താങ്കളുടെ ഷഫീഖിൻ്റെ ബ്രാൻഡ് നാട്ടിലും ഉണ്ടാവും എന്നുള്ളത്. അതെ, ഡെഫിനറ്റ്ലി. താങ്ക് യു വെരി മച്ച് സർ. നിങ്ങൾ കേട്ടു ഷഫീഖ് എന്ന ഈ സംരംഭകൻ്റെ ജൈത്രയാത്ര. അദ്ദേഹം ത്യാഗം അനുഭവിച്ചത് 1-2 5 വർഷമാണ്. തിരിച്ചടികളില്ലാത്ത ഏത് സംരംഭമാണ് വളർന്നിട്ടുള്ളത്? തിരിച്ചടി അറിയാത്ത ഏത് സംരംഭകനാണ് വിജയിച്ചിട്ടുള്ളത്? എന്നാൽ അദ്ദേഹത്തെ കൈവിടാതെ ദൈവം തമ്പുരാൻ കൈ കോർത്ത് പിടിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബം കൂടെ നിന്നു. ഞാൻ കണ്ടിട്ടില്ലാത്ത ആ 3 അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ മാലാഖമാരാണ്. അവരാണ് അദ്ദേഹത്തിൻ്റെ താങ്ങായത്. അവർക്കൊരു ബിഗ് സല്യൂട്ട്.
ഇത്തരം കൂട്ടായ്മകളാണ് സംരംഭങ്ങൾ പടുത്തുയർത്തുന്നത്, ബ്രാൻഡുകൾ പടുത്തുയർത്തുന്നത്. എനിക്ക് അഭിമാനമുള്ള കാര്യമാണ്. ഞാൻ ഓൺലൈനിലിരുന്ന് പറഞ്ഞു കൊടുത്ത ചെറിയ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. ഇവിടെ ഇരുന്ന് മസ്കറ്റിലിരുന്ന് കേൾക്കുമ്പോൾ മനസ്സ് നിറയുകയാണ്. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വന്ന് ഒരു FMCG ബ്രാൻഡ്, അതും GCCയിൽ ഒരു ബ്രാൻഡായി അവിടെ 2ാം സ്ഥാനത്തെത്തുക അഭിമാനമാണ്. നമുക്കൊക്കെ അഭിമാനമാണ്. സായ് എന്ന ബ്രാൻഡ്, ആ ബ്രാൻഡ് വളർത്തിയെന്ന് മാത്രമല്ല വലിയ സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോകണം. ഇന്ന് 100 കുടുംബങ്ങൾക്ക് അന്നം, അത് ചെറിയ കാര്യമല്ല. അത് മാത്രമല്ല, കസ്റ്റമേഴ്സ്, അത് നമ്മുടെ മലയാളികളൊന്നുമല്ല, എല്ലാവരും നെഞ്ചിലേറ്റുകയാണ് ആ ബ്രാൻഡ്. ഇത്തരം സംരംഭങ്ങളും സംരംഭകരും ത്യാഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിലേ നല്ല ബ്രാൻഡുകൾ ഉണ്ടാവും. എനിക്ക് ഉറപ്പാണ് സായ് അത് GCC മാത്രമല്ല, ലോകമെമ്പാടും അറിയപ്പെടുന്ന ഇന്ത്യ ഏറ്റവും വലിയ കൺസ്യൂമർ മാർക്കറ്റാണ്. അവിടെ വന്ന് നമ്മുടെയൊക്കെ മനസ്സ് കീഴടക്കുമെന്ന് എനിക്ക് ഷഫീഖിനോടാണ് നന്ദി പറയാനുള്ളത്. കാരണം താങ്കൾ നാട് വിട്ട് ഇവിടെ വന്ന്, നമുക്കൊക്കെ അഭിമാനമാണ്, ഇവിടെ വന്ന് ഒരു പ്രോഡക്റ്റ് അതിൽ 250 SKUs ഉണ്ടാക്കി, ഒന്നുമില്ലെങ്കിലും നമ്മളൊരു മലയാളി കൊണ്ടുവന്ന് ലോകരാഷ്ട്രങ്ങളിലെ എല്ലാ രാജ്യക്കാരും ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റായി വളർത്തി എന്നുള്ളത് അഭിമാനമാണ്. അതുകൊണ്ട് തന്നെ സായ് എന്ന ഈ ബ്രാൻഡിനും താങ്കളുടെ 100 എംപ്ലോയീസിനും താങ്കളുടെ കുടുംബത്തിനും ആ 3 ചങ്കുകൾക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.